നട്ടലുള്ള ഒരു ഗവൺമെന്റ് ഇല്ലാണ്ടായി പോയി. അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന നാറിന് വെടിവെച്ച് ഒന്ന് ബോഡി പെട്ടിയിലേക്ക് കൊടുത്തുകൂടായിരുന്നു. ഒന്ന് പോയേ. നട്ടല്ലുള്ളവർ ഭരിച്ചിരുന്നപ്പോഴല്ലേ വിമാനം റാഞ്ചിയത്. എന്നിട്ട് എന്തായി? ഈ സമയത്താണ് ഇതൊക്കെ പറയണേ. പറയേണ്ടി വരുവാണോ? ഇത് നമ്മൾ പറയുന്നത് പോലെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളല്ല. അതിനൊക്കെ അതിൻ്റെതായ നൂലാമാലകളുണ്ട്. എന്തേ എന്തേ എന്തുണ്ടായേ? നമ്മുടെ ആഷിഖനവന്മാര് ഉറങ്ങിയിട്ടില്ലടോ മാഷ്. കഴിഞ്ഞ 2 മാസമായിട്ട് മോൻ വരുന്നതിന് മുമ്പ് പുരപ്പണി തീർക്കണമെന്നും പറഞ്ഞു. ഞാൻ എങ്ങനെ മൂപ്പരെ മൂത്ത് നോക്കുക? എന്റെ ചങ്കു പൊട്ടി മാഷിന്റെ കിടപ്പ് കണ്ടിട്ട്. ദേവി, ഇല്ലല്ല, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാൻ എം എൽ എ പറഞ്ഞെന്ന് പറ. ശരി, ഞാൻ വിളിക്കാം. ഒന്നും പറയാറായിട്ടില്ല. എങ്കിലും ഈ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ പറയാം. ആഷിഖ് എന്നെ പഠിപ്പിച്ച മാഷിന്റെ മകനെന്നതിലുപരി എനിക്കൊരു സഹോദര തുല്യനായിരുന്നു. അദ്ദേഹത്തിന്റെ വാർത്തയുടെ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. നിങ്ങൾക്കറിയാവോ, ഇന്നലെ ഡൽഹിയിലെ രാത്രി ഒരു കാളരാത്രിയായിരുന്നു. ഒരു പൊള കണ്ണടച്ചിട്ടില്ല ഞാൻ. ഇവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് വന്നാണ് ഞാൻ. MLA ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. അല്ല, മാഷിനെ ഒന്ന് കാണണമല്ലോ. അല്ല, ഞാൻ മാഷിനെ ഒന്ന് കാണണോ? MLA ആടോ? ഞാൻ കണ്ടിട്ടേ പോളൂ. എടോ, ഞാൻ ഒരു MLA. ഇപ്പൊ വേണ്ട സാർ, ചേട്ടൻ പറഞ്ഞോണ്ട്. അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ. ശരി ശരി ശരി. ഓക്കെ. കാണാം, പിന്നീട് ഒരിക്കൽ കാണാം. വണ്ടി പോട്ടെ, പൊറോട്ട മാറി കൊടുത്തേ. ഓക്കെ. പോട്ടെ. അമ്മ ഇച്ചിരി വെള്ളമെങ്കിലും കുടിക്കും മോളെ. എന്തൊരിരുമ്പായത്, കാണുമ്പോ പേടിയാവുന്നു. മോളെ മോളെ മാഷേ ആഷിക്കിന്റെ ആരെങ്കിലും? അതാ ഫാദറാ? വാ. ഇവിടെ ആരെങ്കിലും ഈ ഫോട്ടോ ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം. നാട്ടുകാരെന്തിനു കുറ്റം പറയണം? ഈ നാട്ടിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾ എന്താ ഇത്? എപ്പോ വിളിച്ചാലും ഡൽഹിയിലാണ്, ചർച്ചയിലാണ്. എന്നിട്ട് എന്ത് സഹായിച്ചു? അതെ, ഒരു MLA മന്ത്രിയോ വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഇതൊക്കെ. അതിവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഗവൺമെന്റിന് അഭിമാനിക്കാവുന്ന പ്രശ്നമൊന്നും അല്ല ഇവിടെ നടന്നത്. ലോകരാജ്യങ്ങൾ ഇന്ത്യ മുഴുവൻ നോക്കി ചിരിക്കും. ഇതൊക്കെ ഇവിടുത്തെ പാവം ജനങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ ആ മാഷ്ട അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കെ. ഒരു കുടുംബം അങ്ങോട്ട് അനാഥായില്ലേ? എന്നാലും ഇത്ര പെട്ടെന്ന് അവരിത് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. സാധാരണഗതിയിൽ ചർച്ചകൾ ദിവസങ്ങളോളം നീണ്ടു പോകാറുണ്ട്. എന്ത് നടന്നാലും ഗവൺമെന്റിനെ കുറ്റം പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാനും നിങ്ങളുമടക്കമുള്ള ഇന്നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കാനായി അതിർത്തികളിൽ ഭീകരവാദികളുടെ വെടിയേറ്റ് മരിച്ചു വീഴുന്ന നമ്മുടെ ജവാന്മാരെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവരും മനുഷ്യരല്ലേ? അവർക്കും കുടുംബങ്ങളില്ലേ? അവർക്കും സ്വപ്നങ്ങളും ജീവിതവും ഇല്ലേ? എന്തിന് നിങ്ങളിൽ ആരെങ്കിലും ഈ ആഷിഖിൻ്റെ കൂടെ മരിച്ചുപോയ മറ്റ് 2 പേരെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ?
ഒരുപക്ഷെ ഇതിലും ഭീകരമായ ഒരു അവസ്ഥ ആയിരിക്കില്ല അവരുടെ കുടുംബങ്ങളിൽ. ഇനി ഈ ഭീകരവാദികളുടെ ഡിമാൻഡിന് വഴങ്ങി ജയിലിൽ കിടക്കുന്നവരെ മോചിപ്പിക്കുകയാണെങ്കിൽ അവരടുത്ത ആക്രമണത്തിന് തയ്യാറെടുക്കും. നൂറുകണക്കിന് നിരപരാധികളായ നമ്മുടെ നാട്ടുകാരെ കൊന്നൊടുക്കും. ഒരു മിനിറ്റ്. ആ യെസ് സാർ, ഞാൻ കളക്ടറുടെ ഓഫീസിലാണ് സാർ. യെസ് സാർ. വെൻ? ടുമോറോ മോർണിംഗ്. ഓക്കെ സാർ. വേണ്ടി വരും സാർ, പ്രൊട്ടക്ഷൻ വേണ്ടി വരും. ഓക്കെ സാർ. ഡൽഹിന്നാ. നാളെ രാവിലെ ബോഡി കോഴിക്കോട്ടെത്തും. അവിടുന്ന് ആംബുലൻസ് അറേഞ്ച് ചെയ്യേണ്ടി വരും. അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ടി വരുമെന്ന് പറയായിരുന്നു. അത് ഞാൻ നോക്കിക്കോളാം. നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ലാത്തൊരു അത്യാഹിതം നടന്നു. ഇതിനെ ചൊല്ലി തർക്കവും ബഹളമൊന്നും വെക്കാതെ എല്ലാവരും ഒന്നിച്ചു നിന്ന് ഇനിയുള്ള കാര്യങ്ങൾ നോക്കണമെന്ന് എല്ലാവരോടും എനിക്കൊരു അപേക്ഷയുണ്ട്. കുടിക്ക്. ഇച്ചിരി കഞ്ഞി കുടിക്കും മാഷേ. എനിക്ക് വേണ്ട. ഷൈനിമോള് ഇന്നലെ മുതൽ ഒരേ ഇരിപ്പ. തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ എല്ലാവരും ശാന്തരായിരിക്കും പ്ലീസ്. ജനങ്ങൾ മിണ്ടാതിരിക്കണം സാർ.
ഈ നാട്ടിൽ സാധാരണക്കാരുടെ ജീവൻ എന്ത് വിലയുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ റിക്വസ്റ്റ് ആണ്, ഇതിപ്പോ ഓർഡർ ആണ്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ഒന്നാണ്. മാഷിന്റെ മുമ്പിൽ ഒരു വർഷമെങ്കിലും പെൻസിലും പേപ്പറും പിടിക്കാത്ത ഒരാളെങ്കിലും ഇവിടെ ഉണ്ടാവോ? 6 വർഷം ഞാൻ അദ്ദേഹത്തിന്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ആഷിക്ക് സ്കൂളിലും കോളേജിലും എൻ്റെ സഹപാഠിയായിരുന്നു, ഒരു നല്ല സുഹൃത്തായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾ ഒട്ടുമിക്കവർക്കും അവസ്ഥ അത് തന്നെയല്ലേ? അതുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലാതെ, ഒരു രാഷ്ട്രീയക്കാരനല്ലാതെ, ഭരണകക്ഷിയും പ്രതിപക്ഷവുമല്ലാതെ എല്ലാവരും ഒന്നിച്ചു നിന്ന് നമുക്കിടയിലുണ്ടായ ഈ അത്യാഹിതത്തിൽ ആ കുടുംബത്തിൻ്റെ കൂടെ നിന്ന് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക. ഞാനൊരു മനുഷ്യനാടോ. മോളെ 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 എടി മോളെ, ദേ നമ്മുടെ ആഷിക്കിനെ കൊണ്ടുവന്നടി മോളെ. ഒന്ന് നോക്കടി, ഒന്ന് കണ്ണ് തുറക്കടി മോളെ, ഒന്ന് കരയടി നീ, ഒന്ന് കരയടി മോളെ, ഒന്ന് കരയടി, ഒന്ന് കരയടി, ഒന്ന് കരയടി, കരയടി, ഒന്ന് കരയടി, ഒന്ന് കരയടി. നല്ലല്ലേ? പ്രസിഡന്റ് രാമേന്ദ്ര, ഒന്ന് കേറ്, പിടിക്കും. ഒരാളും കൂടി കയറും. അങ്ങോട്ട് പിടിക്കും. ഓക്കെ, പിടിച്ചോ. മാറി കുറച്ച് അവിടെ പിടിച്ചോ. ശരി, ശ്രദ്ധിക്കും. പതുക്കെ. For more updates, like, comment, subscribe to our channel.